നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ ഓച്ചിറ പായിക്കുഴി വല്യകുളങ്ങര പൗരസമിതിയുടെ നന്ദികേശൻ്റെ ശിരസിനെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് പായിക്കുഴി വല്യകുളങ്ങര പൗരസമിതിക്ക് വേണ്ടി പണിഞ്ഞു തന്ന ഒരു ജോഡി കെട്ടുകാളയുടെ 2 തലയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് വിവരിക്കാനും ഇത് ചെയ്തു തന്ന മേശരിയെക്കുറിച്ച് 2 വാക്ക് പറയാനുമാണ്. 5 വർഷത്തെ വാറണ്ടി പറഞ്ഞ് നമുക്ക് ചെയ്തു തന്നതാണ്. അതായത് നൂറിനാട് പടനിലത്തിന് പടിഞ്ഞാറുള്ള മരിച്ചുപോയ വിജയം മേശ്വരിയുടെ മകൻ വിഷ്ണുവും പുള്ളിയുടെ ചേഴക്കാരനൊരു പ്രദീപ്, ലോകകള്ളനായ ഒരു പ്രദീപും ചേർന്ന് ചെയ്തു തന്ന ഒരു ഇതാണ്. അപ്പം പ്രദീപും ചേർന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് ചെയ്തു തന്ന 5 വർഷത്തെ വാറണ്ടിയാണ് പറഞ്ഞത്. ഇതിപ്പം 2 വർഷം ആകുന്നുള്ളൂ. 3 28 ഒരു 28 നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. അടുത്ത 28 കഴിഞ്ഞ് അടുത്തതായി 3ാമത്തെ 28 2 വർഷം തികയുന്നതേ ഉള്ളൂ. ഈ 28 ആകുമ്പോഴേ 2 വർഷം തികയത്തുള്ളൂ. അവർ 11.25 അടിക്ക് വലിയ തല പണിഞ്ഞു തരാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ 16 അടി നീളമുള്ള ഒറ്റത്തടി കൊണ്ട് കൊടുത്തത്, 2 തടി കൊണ്ട് കൊടുത്തത് അവർ മഴ നനച്ച് നാശമാക്കിയിട്ട് ഇത് ചവരിച്ചോറ് പോലെ ആയിരിക്കും. ഇപ്പോൾ ഈ മേശ്ശേരി പ്രദീപ് എന്ന് പറഞ്ഞവൻ വന്ന് കാണിച്ചു തന്ന തടിയാണ് അവർക്ക് മേടിച്ചു കൊടുത്തേക്കുന്നത്. ഇത് പാലത്തടിക്കാണ് ചെയ്തേക്കുന്നത്. ഇത് അവിടെ കൊണ്ടുവന്ന് മാസങ്ങളോളം ഇട്ട് മഴ നനച്ച് നീറിച്ച് കളഞ്ഞിട്ട് ലക്ഷങ്ങൾ വാങ്ങി അവൻ്റെ പിള്ളേരും തിന്നതാണ്. പക്ഷേ ഓച്ചിറ വല്യച്ഛനോടാണ് അവൻ്റെ കളിയെന്ന് അവൻ അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇവനെയൊക്കെ പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ഇവനിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. അതുമാത്രമല്ല, ഇനി വരുന്ന പൗരസമിതി അല്ലെങ്കിൽ ഇതേപോലെ സംഘടനക്കാരോ ഇവരെ കൊണ്ട് പണിയിപ്പിക്കാൻ ഇരിക്കുവാണെങ്കിലും അതും ദൈവത്തെ ഓർത്ത് ചെയ്യരുതെന്നും കൂടെ ഉള്ള ഒരു മുന്നറിയിപ്പും കൂടാണ്. ഇത് കണ്ടോ, വലിയ വങ്കാണ് ഇതിനകത്തോട്ട് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ഒറ്റത്തടി അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ 16 അടി നീളത്തിൽ വലിയ തടി ഒറ്റത്തടി എടുത്തുകൊണ്ട് കൊടുത്തത് നമ്മൾ തല പണിയാനായിട്ട്. എന്നിട്ട് പറഞ്ഞ പൈസ ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് അവൻ 5 വർഷത്തെ വാറണ്ടി പറഞ്ഞു. ഇത് ഇപ്പം 2 വർഷം തികയുന്നില്ല. 2 വർഷം ഈ 28 ആകുമ്പോൾ 2 വർഷം ആകത്തുള്ളൂ. ഇതിൻ്റെ അവസ്ഥ ഇതാണ്. നൂറിനാട് പടനിലത്തിന് പടിഞ്ഞാറുള്ള വിജയം മേശ്ശേരി, മരിച്ചുപോയി വിജയം മേശ്ശേരിയൊക്കെ നേരിന്നറിയുള്ള ആൾക്കാരായിരുന്നു. പുള്ളിയുടെ മോൻ വിഷ്ണുവും ചേഴക്കാരൻ ലോക തരികിടയായിട്ടുള്ള ഒരു പ്രദീപ് അവനും കൂടെ ചെയ്തു തന്നതാണ്. ഇത് നോക്ക്, തടിയിട്ട് പൊടിച്ച് കളഞ്ഞിട്ട് അത് നമ്മൾ വലിയ വിഷയം ഉണ്ടാക്കിയതിന് ശേഷം അവന്മാർ പണിഞ്ഞു തന്നെ. നമുക്ക് 28 നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ കൈ പെയിൻറ്റ് പറ്റുന്ന രീതിയിലാണ് എടുത്തുകൊണ്ട് വന്നത്. ആ സമയത്ത് പെട്ടെന്നൊന്ന് തല്ലിക്കൂട്ടി പെയിൻറ്റ് ഒന്നും ശരിയായിട്ടില്ല, ഈ തടിയിട്ട് നീറിച്ച് കളഞ്ഞ് പൊടിഞ്ഞു പോയി. മെയിൻ്റനൻസ് ചെയ്യുവാണ് ഇപ്പം നമ്മൾ. ഇന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ അവനെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസിന് ചിലവാകുന്ന പൈസ അവൻ്റെ കയ്യിൽ നിന്നും എടുക്കണമെന്നും അവൻ വരുവാണെങ്കിൽ അതൊരു യൂട്യൂബ് ലൈവ് വീഡിയോ തന്നെ ഞാൻ ചെയ്യുമെന്നും വിചാരിച്ചിരിക്കുക. അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ഈ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളും അവൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടാവുമല്ലോ, അവർ ഒന്ന് അറിഞ്ഞ. അപ്പം ഈ രീതിയിലാണ് അവർ നമ്മളോട് ചതി ചെയ്തേക്കുന്നത്. ആർക്കും ചെയ്തു കൊടുക്കരുത് ഈ രീതിയിലുള്ള പണികൾ. അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഓണാട്ടുകരയുടെ 56 കരയിലും എത്തണം. യവനെക്കുറിച്ചുള്ള വാർത്തകളും യവനെയൊക്കെ കുറിച്ചുള്ള കയ്യിരിപ്പ് എന്താണെന്നും നമ്മുടെ ഓച്ചിറ ഓണാട്ടുകരയുടെ 56 കരയിലും എത്തണം. ഇത് കണ്ടോ നമുക്ക് ചെയ്തു തന്നേക്കുന്നത്. ചവിരിച്ചോറ് ഇതിനേക്കാളും നല്ല കട്ടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ലക്ഷങ്ങൾ അവർ ചോദിച്ച കാശ് കൊടുത്ത് നമ്മൾ പണിയിപ്പിച്ചതാണ്. എന്നിട്ട് ചെയ്ത് തന്നേക്കുന്നത് 2 വർഷം തികഞ്ഞില്ല, 1.25 വർഷം ആയതേ ഉള്ളൂ. അവൻ 5 വർഷത്തെ വാറണ്ടി പറഞ്ഞ് ചെയ്ത് തന്നതാണ്. ഇതിൻ്റെ അടിയൊക്കെ കണ്ടോ, ഇതിൻ്റെ അടിവശം മൊത്തം പോയിരിക്കുവാണ്. വായി വെച്ച് തിന്നുന്ന ആൾക്കാർ ചെയ്യുന്ന പണിയാണോ ഈ പണിയൊക്കെ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്നുള്ള ഒരു പണിയും ചെയ്യാൻ പാടില്ലാത്തവരെ. ഇത് ദൈവത്തിന് വേണ്ടി ചെയ്തു തന്നതാണ്. അവർ ചെയ്തത് ഫ്രോഡ് പരിപാടിയാണ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് ഒന്ന് തല്ലിക്കൂട്ടി നമുക്ക് തന്നതാണ്. അതും മാസങ്ങളോളം അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു ഇതേമാതിരി പണിഞ്ഞു തരാൻ വേണ്ടി. മഴ നനച്ച് ഈ തടി നീറിക്കളഞ്ഞിട്ട് പെട്ടെന്ന് തല്ലിക്കൂട്ടി ചെയ്ത് തന്നെ. ഇത് കണ്ടോ, അതിൻ്റെ പിരിവും അതിൻ്റെ കണ്ണിൻ്റെ താഴ്വശമൊക്കെ കണ്ടോ. ഞാൻ ടേപ്പിന് അളന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പം വീഡിയോ ഇതിനകത്തുണ്ട്, ഇട്ട് തരാം. ഇതേപോലത്തെ രീതിയിലാണ് അവർ നമ്മളോട് നെറികേട് കാണിച്ചേക്കുന്നത്. ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുവാണ്. ഇത് നൂറിനാട് പടനിലത്ത് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വിജയം മേശ്ശേരി, നേരത്തെ തലയൊക്കെ ഒത്തിരി പണിഞ്ഞിട്ടുള്ള പേര് കേട്ട വിജയം മേശ്ശേരിയാണ്. പുള്ളിയൊന്നും ഇങ്ങനത്തെ പണി ചെയ്യത്തില്ലായിരുന്നു. പുള്ളിയുടെ മകൻ വിഷ്ണുവും പിന്നെ ചേഴക്കാരൻ പ്രദീപ്
ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത നെറികേട് അതാണ് ഈ കാണിക്കുന്നത്. ഇത് മാക്സിമം എൻ്റെ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യണം. നമ്മുടെ ഓണാട്ടുകരയുടെ 56 കരയിലും എത്തണം. യവനൊന്നും ഒരു കാളമൂട്ടിലും ഇനി കയറരുത്, അല്ലെങ്കിൽ ഒരു തലയുടെ പണി യവൻ ഇനി കിട്ടരുത്. ആ രീതിയിൽ ഇത് മാക്സിമം എൻ്റെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അത്രയ്ക്ക് നെറികെട്ട പണിയല്ലേ ചെയ്തത്. അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് നമ്മളിതൊരു എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു രീതിയിലല്ലേ നമ്മളിതിനെ കാണുന്നത്, കൊണ്ടുപോകുന്നത്. നമ്മൾ ആ രീതിയിൽ കാണണ്ടല്ലേ. അപ്പോൾ അവരും പണിഞ്ഞു തരുന്നവരും ആ രീതിയിൽ കണ്ടല്ലേ. നമ്മൾ അവർക്ക് ശില്പി എന്നുള്ള രീതി വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ദക്ഷിണ എല്ലാം കൊടുത്ത് അവരുടെ ഇതിൽ ആ സ്റ്റേറ്റ് വാങ്ങിയത് നമ്മൾ. എന്നിട്ട് അവർ ചെയ്തു തന്ന നെറികേടിൻ്റെ ഒരു കഥയാണിത്. നമ്മളിത് വെളിയിലിറക്കി കഴുകി നോക്കിയത്, തൈരിനകത്ത് കഴുകി നോക്കിയപ്പോൾ കണ്ട പോടുകളും പാടുകളും ഈ വർഷം എങ്ങനെ കൊണ്ടുപോകും എന്ന് ആലോചിച്ചിരിക്കുക. ഇത് മെയിൻ്റെനൻസ് ചെയ്ത് ഈ വർഷം ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. വരും നാളുകളിൽ നമുക്കിനി ഇതേപോലെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇനി പെട്ടെന്നൊരു ശിരസ് പണിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. എല്ലാ പ്രാവശ്യവും ജനങ്ങളുടെ അടുക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പൈസ ചോദിച്ച് ശിരസ് പണിയാനെന്ന് പറയുമ്പോൾ ജനങ്ങൾ നമ്മളെ ഓടിക്കത്തില്ലേ. അപ്പോൾ ഇത് പണിക്കകത്ത് വന്ന വീഴ്ചയാണ്. അവന്മാരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം നമുക്ക് വാങ്ങേണ്ടതാണ്. അതിനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഈ ഓണാട്ടുകരയുടെ 56 കരയിലും ഇതെത്തിക്കുക. പ്രദീപും വിഷ്ണുവും, വിജയമേശ്വരിയുടെ മോൻ വിഷ്ണുവും ചെയ്ത പണിയാണ് തല നമുക്ക് പണിഞ്ഞു തന്നത്. നമ്മൾ ഒരു 6 മാസം മുമ്പ് ഇതിൻ്റെ തടിയെടുത്ത്, ഈ പ്രദീപ് എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെ തടി കാണാൻ വരുന്നതിന് ഡെയിലി അവൻ 1000 രൂപയും വാറ്റായും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ വന്ന് കുറേ നാൾ നമ്മുടെ കൂടെ ഇപ്പം ഞങ്ങൾ ഇത് കിടന്ന് കഷ്ടപ്പെടുക ഇത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് ജനങ്ങളുടെയൊക്കെ കണക്ക് പറയേണ്ടതല്ലേ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളിത് വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. ഇനിയും വരുന്ന പാവത്തുങ്ങളെമാർ ഇതേ രീതിയിൽ പറ്റിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് കാണിക്കുന്നത്. ഇത് പായിക്കുഴി വലിയകുളങ്ങര പൗരസമിതിക്ക് വേണ്ടി അവർ പണിഞ്ഞു തന്ന നന്ദികേശനാണ്. 2 വർഷം തികയുന്നതിന് മുമ്പ് അതിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് തടി അവർ പറഞ്ഞ രീതിയിൽ, നമ്മൾ പറഞ്ഞ അളവിലും അല്ല അവർ പണിഞ്ഞ 11.25 അടിക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ട് അവർ 10.5 അടിക്കാണ് ചെയ്തു തന്നിരിക്കുന്നത്. അത് പോട്ടെ, അതിന് ശേഷം ഈ തടി അവർ വന്ന് എത്ര നാൾ തടിക്ക് വേണ്ടി അവനെ കൂടെ കൊണ്ടു നടന്നെന്നറിയോ? ഈ വിജയമേശ്വര ചേരക്കാരൻ ഈ ഫ്രോഡ് പ്രദീപിനെ കൂടെ കൊണ്ട് നടന്നിട്ട് ഡെയിലി അവൻ 1000 രൂപ ശമ്പളവും ഫുഡും മേടിച്ചു കൊടുത്ത്, പിന്നെ അവൻ അല്ലാതെയും പൈസ, ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ടിരുന്ന സോമൻ്റെ കയ്യിൽ നിന്ന് പൈസ അല്ലാതെയും മേടിച്ചുകൊണ്ട് പോയി ഇത് ചെയ്തതാണ്. അവൻ പറഞ്ഞ തടി നമ്മൾ എടുത്തുകൊണ്ട് കൊടുത്ത് 16 അടി നീളമുള്ള തടി ഒറ്റത്തടി വീതം കൊണ്ട് കൊടുത്തതാണ്. എന്നിട്ട് അതിട്ട് മഴ നനച്ച് പൊടിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങി ലാസ്റ്റ് നമ്മൾ ഓരോരുത്തരെ കൊണ്ട് റെക്കമെൻഡ് വരെ ചെയ്യിക്കേണ്ടി വന്നു. നമ്മുടെ പടനിലത്തെ പാർട്ടിയുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കേണ്ടി വന്നു. അവർ പറഞ്ഞാണ് ഇത് പെട്ടെന്ന് അവൻ പണിഞ്ഞു തരുന്നത്. അത് പെട്ടെന്ന് തല്ലിക്കൂട്ടിയത്. ഈ സംഭവം നമ്മളിപ്പോൾ അവരെ അറിയിച്ചിട്ടുമില്ല. മനസ്സിലായി. ഇതിപ്പോൾ പടനിലത്ത് ഭരണസമിതിയിലിരിക്കുന്ന നമ്മുടെ രമേശണ്ണനാണ് അന്ന് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത്. ഭരണസമിതിയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന നൂറിനാട് പടനിലത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന രമേശണ്ണനാണ് അന്ന് ഇത് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് ശരിയാക്കിപ്പിച്ചത്. അപ്പോൾ അവരോട് നമ്മളിത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഓണാട്ടുകരയിലെ 56 കരയിലും എത്തണം. ഇനി മേലിലെങ്കിലും ഒരാളിനെ ഇവന്മാർ ചതിക്കരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ കരക്കാരിലും എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ വൻ ചതിയാണ് അവൻ നമ്മളോട് ചെയ്തേക്കുന്നത്. 5 വർഷത്തെ വാറണ്ടി പറഞ്ഞ് അവൻ ഇത് ചെയ്തു തന്നത്. 2 വർഷം തികഞ്ഞില്ല. അതിനു മുമ്പ് ഇത് മൊത്തത്തിൽ പോയെന്നുള്ള ഇത് കണ്ടോ, നമ്മളൊരു കൈയൊക്കെ കയറിപ്പോകും. നമ്മളൊരു പരുവത്തിന് ഈ വർഷം കൊണ്ടുപോകേണ്ടതെന്ന് കണക്കാക്കി കുറച്ചൊക്കെ ചിരണ്ടി കളയുന്നുള്ളൂ. ചവിരിച്ചോറ് പോലെ ഇരിക്കുവാണ്. ഇത് അകത്തോട്ട് ചിരണ്ടി കഴിഞ്ഞാൽ ചവിരിച്ചോറ് പോലെ ഇരിക്കുവാണ്. അത്ര ശോഷന്യാവസ്ഥയിലാണ് നമ്മുടെ ശിരസ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാരും കണ്ട സഹിക്കത്തില്ല. നമ്മൾ പായിക്കുഴി വലിയകുളങ്ങര പൗരസമിതിയാണ്, 2 കരക്കാരുടെയാണ്. അവനറിയത്തില്ല ഈ കരക്കാരുടെ പ്രത്യേകത. എല്ലാവരും കൂടെ ഇടഞ്ഞ് എന്നാൽ അവന് താങ്ങാൻ പറ്റാത്ത രീതിയിലായി പോകും. നമ്മളിതൊരു പരുവത്തി ചിരണ്ടി കളഞ്ഞിട്ട് നമ്മൾ ഈ വർഷം കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുവാണ്. അത്ര നെറികെട്ട പരിപാടി. അവന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പൗരസമിതിയിലെ ചില ആൾക്കാരുണ്ടായിരുന്നു. അവന് തന്നെ കൊടുത്താൽ മതി എന്ന് നിർബന്ധം പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് അവൻ ഒരുപാട് കമ്മീഷൻ മേടിച്ചതാണ്. നമുക്ക് മുൻകാലങ്ങളിലൊരു കാള സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതിനെ വിറ്റ് അതിൻ്റെ കമ്മീഷൻ അവൻ മേടിച്ച്, അതിൻ്റെ ശിരസ് വിറ്റ് അതിൻ്റെ കമ്മീഷൻ മേടിച്ച്, ഞങ്ങൾക്ക് പിന്നെ ഒരു കാളയെ അവൻ മേടിച്ച് തന്ന് അതിൻ്റെ പേരിൽ അവൻ കമ്മീഷൻ മേടിച്ച്, ആ കാളയുടെ തന്നെ ശിരസ് വിറ്റ് നെറ്റിപ്പട്ടം വിറ്റ് അതിൻ്റെ എല്ലാം കമ്മീഷൻ മേടിച്ച് അവനൊരു 10-15 പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിച്ചവനാണ്. പിന്നെയും അവൻ ഇത് അടുത്ത വർഷം ഇതുപോലെ നമ്മൾ വീണ്ടും വല പണിയാൻ വേണ്ടിയാണ് അവൻ ഈ ചെയ്തു വന്നേക്കുന്നത്. കമ്മീഷൻ തിന്നുക എന്നുള്ളതാണ്. അവന് ദഹിക്കാനൊന്നും പോകുന്നില്ല. ഇത് കണ്ടോ, 2 ഇഞ്ച്
മൂന്നിഞ്ച് പോടാണ് അകത്തോട്ട്. എന്നിട്ട് നീളം നോക്കിയേ 22 ഇഞ്ചുണ്ട്. 22 ഇഞ്ച് നീളത്തില കണ്ടോ, 22 ഇഞ്ച് നീളത്തിൽ, അതായത് 2 അടിയോളം നീളത്തില, 5 ഇഞ്ച് പൊക്കത്തിലും പോയേക്കുക. അത് ആ ഒരു ഏരിയ അങ്ങ് പോയെന്നുള്ളത്. കണ്ട കണ്ണിൻ്റെ താഴെ ഒരു ഏരിയ മൊത്തം, അതേപോലെ കണ്ണിൻ്റെ പിരുവത്ത് നോക്കിയേ 1 പോടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരടി മേളിലുണ്ട്, 3 ഇഞ്ച് കണ്ടോ. ഇത്രയും ഇതേപോലെ എല്ലാം പോയേക്കുവാണ്. ഇത് എങ്ങനെ ഈ വർഷം കൊണ്ടുവന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അകത്തോട്ട് നല്ല രീതിയിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് ഇത് നമ്മുടെ ഓച്ചറ ഓണാട്ടുകരയുടെ 56 കരയിലും ഉള്ള കരക്കാരെ അറിയിക്കുക. ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇത് നൂറിനാട് പടനിലത്തിന് പടിഞ്ഞാറുള്ള പഴയ നമ്മുടെ ശില്പി വിജയൻ മേശ്ശേരിയുടെ മകൻ വിഷ്ണുവും ചേഴക്കാരൻ പ്രദീപും കൂടെ പണിഞ്ഞു തന്നതാണ്. ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പണിഞ്ഞു തന്ന 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ പരുവത്തിലായിപ്പോയി. അവർ പറഞ്ഞ തടി എടുത്തു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. എന്നിട്ട് ചെയ്ത് തന്നുണ്ടോ, നെറികെട്ട പണിയായിരുന്നു അവന്മാർ ചെയ്തത്. ഇതെന്തായാലും ശിക്ഷ അവർ മേടിക്കും. ഈ പൈസ നമ്മൾ തിരിച്ചു മേടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അവരെ ആ രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യും. അവൻ ഇന്ന് 4 മണിക്ക് വരാമെന്ന് പറഞ്ഞെങ്കിൽ വരുവാണെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്നതായിരിക്കും, എൻ്റെ പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും. ഇനി മേലിലെങ്കിലും അവൻ എങ്ങും പോയി ആരെയും ചതിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും. എൻ്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓണാട്ടുകടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതി ഷെയർ ചെയ്യണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണിത്. ഓക്കെ, ബൈ.